ദിയ കൃഷ്ണയുടെ കടയിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ജീവനക്കാർ. OBOCയിലെ ജീവനക്കാരായ ദിവ്യ, വിനീത, രാധകുമാരി എന്നിവരാണ് മുൻകൂർ ജാമ്യം തേടിയത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. യുവതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ് പറയുന്നു. നിലവിൽ 3 പേരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കേസിന്റെ അന്വേഷണം ഇന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേർന്നു. ടിൻഡു, ഇതിൽ പറയുന്ന ചില വരികൾ, അതായത് 1 മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു, 2 അന്വേഷണത്തോട് ഇവർ സഹകരിക്കുന്നില്ലെന്ന് പോലീസ് പറയുന്നു, മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്, അതായത് കുറ്റം സമ്മതിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും കുറ്റം സമ്മതിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ദിയ കൃഷ്ണയുടെ OBOC എന്ന സ്ഥാപനത്തിലെ ഈ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയ 3 പേര്, ദിവ്യ, വിനീത, രാധാകുമാരി, ഇവർ 3 പേരുമാണ് നിലവിൽ ഇപ്പോൾ ഒളിവിൽ പോയിട്ടുള്ളത്. ഇവരുടെ മൊഴി ഇതുവരെ പോലീസിനെ രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതിനിടയിൽ ഇവർ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യാപേക്ഷ തേടിയിട്ടുണ്ടെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസ് 2 ഘട്ടങ്ങളിലായിട്ടാണ് പരാതി ലഭിക്കുന്നത്. ആദ്യം പരാതി നൽകുന്നത് കൃഷ്ണകുമാർ, BJP നേതാവും നടനുമായിട്ടുള്ള കൃഷ്ണകുമാർ. രണ്ടാമത് പരാതി നൽകുന്നത് ഈ 3 പെൺകുട്ടികളാണ്. അപ്പോൾ ഈ 2 ഘട്ടത്തിലും പരാതി വന്നപ്പോൾ 2 ഘട്ടത്തിൽ നിന്നും പരാതി വന്നു. അതേ തുടർന്ന് കേസിൽ ചില വ്യക്തതക്കുറവുകളും ചില കൺഫ്യൂഷൻസും ഉണ്ടായി. അങ്ങനെയാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് മാറണമെന്നിട്ട് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് നൽകണമെന്ന നിർദ്ദേശം വരുന്നത്. മ്യൂസിയം പോലീസാണ് സംഭവവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ദിവസം തന്നെ ആദ്യ ദിവസം പെൺകുട്ടികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുവെങ്കിലും പിന്നീട് മൊഴിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് ശേഷം ഇവരെ 3 പേരെയും പിന്നീട് പിന്നീട് ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. 3 പേരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്നോ നാളെയോ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. അന്വേഷണ ചുമതല എന്ന് പറയുന്നത് DYSP കൂടിയായിട്ടുള്ള ഷാജിക്കാണ്. അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം 69 ലക്ഷം രൂപ തൻ്റെ സ്ഥാപനത്തിൽ നിന്നും തട്ടിയെടുത്തു എന്നാണ് ദിയ കൃഷ്ണ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് ഇവരുടെ 3 പേരുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചിട്ടുണ്ട്. ബാങ്ക് രേഖകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 79 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുള്ളതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ പണം വിവിധ അക്കൗണ്ടുകളിലേക്കാണ് പോയത്. അപ്പോൾ ഇതിൽ നിന്ന് 8 ലക്ഷം രൂപയാണ് ഇവർ 3 പേരും ദിയ കൃഷ്ണയ്ക്ക് തിരികെ നൽകിയിട്ടുള്ളത്. അത് നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. അവൾ ഇത്തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് സ്ഥാപനത്തിൽ നടന്നിട്ടുള്ളതായിട്ട് ദിയ കൃഷ്ണ മനസ്സിലാക്കുകയും ഇവരെ 3 പേരോടും ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ഇവരെ നേരിട്ട് വിളിച്ചു വരുത്തി 8 ലക്ഷം രൂപ തിരികെ വാങ്ങി ബാക്കിയുള്ള തുക ബാക്കി തുക ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ബാക്കി തുക ഇവർ നൽകിയില്ല. ആ ഘട്ടത്തിലാണ് പോലീസിന് പരാതി കൊടുക്കുന്നത്. പിന്നീട് ദിയ കൃഷ്ണയും കുടുംബവും പോലീസിൽ പരാതി കൊടുത്തു എന്നറിഞ്ഞത് പിന്നാലെയാണ് ഈ 3 പെൺകുട്ടികളെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയാണ് 3 ജീവനക്കാരും. അവർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ് പറയുന്നു. മറ്റൊന്ന്, 3 പേരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്, അതായത് ഒളിവിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.